വെൽക്കം ബാക്ക് ടു ഈ ഹോം ചാനൽ. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ട്രെയിനിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കാം എന്നുള്ളതാണ്. ഏതൊക്കെ സ്റ്റേഷനിലൂടെയാണ് പോകുന്നത്, ഇപ്പം ട്രെയിൻ എവിടം വരെയായി, ഏത് പ്ലാറ്റ്ഫോമിലാണ് നിർത്തുന്നത്, നമ്മുടെ ബോഗി എത്രാമത്തെ ബോഗിയാണ് എന്നുള്ള ഡീറ്റെയിൽസ് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിൽ തന്നെ NTES എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ കാണുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണാം ട്രെയിൻ നമ്പറോ നെയിമോ ഇവിടെ അടിച്ചു കൊടുക്കുക. ട്രെയിൻ നമ്പർ നമ്മുടെ ടിക്കറ്റിൽ കാണും, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ നെയിം അടിച്ചാലും മതി. ഇപ്പം ഞാനിവിടെ ട്രെയിൻ നമ്പറാണ് അടിക്കുന്നത്. അടിച്ചു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഏതൊക്കെ സ്റ്റേഷനിലൂടെ അത് പോകുന്നുണ്ട്, ഏത് പ്ലാറ്റ്ഫോമിലാണ് നിർത്തുന്നത്. അതാണ് ഈ PF4 എന്ന് കാണിച്ചിരിക്കുന്നത്. കൊല്ലം ജംഗ്ഷനിൽ PF പ്ലാറ്റ്ഫോം നമ്പർ 4-ലാണ് നിർത്തുന്നത്. അത് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അത് അനൗൺസ്മെൻറ്റിൻ്റെ ടൈമിൽ ശ്രദ്ധിച്ചാൽ മതി. പ്ലാറ്റ്ഫോം നമ്പർ 1, 2 ആലുവയിലാണെങ്കിൽ പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ്. ഇത് ചേഞ്ച് ചെയ്യാൻ ചാൻസ് കുറവാണ്, ചിലപ്പം ചേഞ്ച് ആവും, അത് ശ്രദ്ധിക്കേണ്ടതാണ് അനൗൺസ്മെൻറ്റിൻ്റെ ടൈമിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ട്രെയിനിൻ്റെ കോച്ച് പൊസിഷൻ എങ്ങനെ അറിയാം എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ 10-ാം തീയതി സെലക്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നേരത്തെ സെലക്ട് ആയി കിടന്ന് 11-ാം തീയതിയാണ്. അതിൻ്റെ നേരെ ബാക്കിലത്തെ ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കാണാം കോച്ച് പൊസിഷൻ എന്നുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോച്ചിൻ്റെ പൊസിഷൻ കാണാൻ പറ്റും. നമ്മുടെ ട്രെയിൻ ടിക്കറ്റിൽ കാണും കോച്ചിൻ്റെ നമ്പർ. ഇപ്പം D7 ആണെങ്കിൽ 11-ാമത്തെ ബോഗി ആയിരിക്കും D7 എന്നുള്ളത്. ഇത് ചേഞ്ച് ആകാൻ ചാൻസ് വളരെ കുറവാണ്, ചിലപ്പോഴേ ഉള്ളൂ ചേഞ്ച് ആകത്തുള്ളൂ, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ ട്രെയിൻ ടിക്കറ്റിൽ കാണും നമ്മുടെ കോച്ച് നമ്പർ. ഇപ്പം D7 ആണെങ്കിൽ 11-ാമത്തെ ബോഗി ആയിരിക്കും ആ D7. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാം ടൈം, എത്ര മണിക്ക് നമുക്കിവിടെ എത്തും എന്നുള്ളത്. ഇതുപോലത്തെ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.